ടെലിഗ്രാം മൈനിങ് ആപ്ലിക്കേഷൻ ആണ്, ഒരു ഗെയിമാണിത്. ഇതിന്റെ പേര് കുറോറോ ബീസ്റ്റ് എന്നാണ്. കുറോറോ എയർ ഡ്രോപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 100 കോടി ടോക്കൺസ് ആണ് ഉള്ളത്. അതിന്റെ 7% ഈ ഗെയിം കളിച്ച് ലെവലപ്പ് ചെയ്യണവർക്ക് ഇവർ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗെയിമിലേക്ക് കയറാനുള്ള ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ അയച്ചു തരാം. ഇതേപോലത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചൂസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൽ താഴെ എഴുതി കാണിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അത് വായിച്ച് നോക്കുക. വായിച്ച് നോക്കണം നിർബന്ധമൊന്നുമില്ല, വായിച്ചാൽ അത്ര നോളജ് കിട്ടും, അത്രേ ഉള്ളൂ. ഗെയിമിനെ കുറിച്ചുള്ള നോളജ് കിട്ടും, അത് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ ഒരു എഗ് വരും. ഈ എഗ്ഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബീസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരും. ഈ ബീസ്റ്റിന് ഭക്ഷണം കൊടുക്കുക, അതാണ് നമ്മുടെ പരിപാടി. പിന്നെ ഈ ബീസ്റ്റിനെ ലെവലപ്പ് ചെയ്യണം. മേളിൽ പച്ച കളറിൽ കാണിച്ചാണ് ലെവൽ. ഈ ലെവല് നമ്മൾ മാക്സിമം എത്ര എത്തിക്കാൻ പറ്റും അത്ര എത്തിക്കുക. പിന്നെ ഇവിടെ ഒരു 1 മറ കൊടുത്തേണ്ട. ഇതാണ് ഈ ബീസ്റ്റിന്റെ ഭക്ഷണം. ഈ ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഭാഗം കണ്ട, ഈ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരാം. ഞാൻ ഗെയിം കളിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഇതേപോലെ കാര്യങ്ങൾ എഴുതി കാണിക്കും, അത് വായിച്ച് നോക്കുക. ഫസ്റ്റ് ട്യൂട്ടോറിയൽ ഉണ്ടാവും, ആ ട്യൂട്ടോറിയൽ കറക്റ്റായിട്ട് കണ്ട ഇവിടെ ആരോ കൊടുത്തേക്കാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് അതേപോലെ ചെയ്യാം. ഈ ബീസ്റ്റിന് കിട്ടിക്കഴിയുമ്പോൾ ഈ ബീസ്റ്റിനെ നമ്മൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ബീസ്റ്റ് വളരണത്. ഓക്കെ, വലുതാവുന്നില്ല, ലെവൽ വലുതാവും. ഓക്കെ, ഇതിപ്പോൾ ഈ ചുമപ്പ് കളർ ഇവിടെ കണ്ടില്ലേ, ചുമപ്പ് കളർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ഫുള്ളാവുമ്പോൾ ഹാപ്പി ആവുന്നതാണ് ബീസ്റ്റ്. നമ്മുടെ ബീസ്റ്റ് ഹാപ്പി ആക്കുക, അതാണ് നമ്മുടെ പരിപാടി. ഇത് ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ അപ്ഗ്രേഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോയിൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതേപോലെ വാലറ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കണക്റ്റഡ് എന്ന് കാണിക്കും. നേരെ ക്വസ്റ്റിലേക്ക് പോവുക. ക്വസ്റ്റ് എന്നുള്ളതിൽ പോയിട്ട് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെയിനായിട്ട് ഒരു ടെലിഗ്രാം അക്കൗണ്ടും ഒരു ട്വിറ്റർ അക്കൗണ്ടും മസ്റ്റായിട്ട് വേണം. ഇതുപോലുള്ള എയർ ഡ്രോപ്സ് ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഞാൻ ഫസ്റ്റ് ട്വിറ്ററിൻ്റെ ടാസ്ക്കാണ് ചെയ്തത്. ട്വിറ്ററിൽ ക്ലിക്ക് ചെയ്തു. ബിഗ്ഗറ്റ് ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്. ഫോളോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സൈൻ ഇൻ കാണിക്കും. സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തതിന് ശേഷം ഓതറൈസ് ആപ്പ് എന്ന് കൊടുക്കുക ട്വിറ്ററിൽ. ഇനി ഗോ ബാക്ക് ടു ആപ്പ് എന്ന് കാണിക്കുക. ഇവരുടെ ഒരു ട്വിറ്റർ അക്കൗണ്ട് ഓപ്പൺ ആവും, അത് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് ഇവിടെ ചെക്ക് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. പ്ലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗെയിം കളിക്കാനുള്ളതാണ്. ഇവിടെ ഡെയിലി ചെക്ക് ഇൻ ഉണ്ട്. ഇവിടെ ഈ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ചെക്ക് ഇൻ ചെയ്യുക. എയർ ഡ്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നിട്ട് നമുക്ക് നമ്മുടെ റിവാർഡ്സ് ഒക്കെ കാണാൻ കഴിയും. റിവാർഡ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, യൂസും ചെയ്യാം. ഈ 38 നടക്കുന്ന സംഭവമാണ്, അതിനെ ഷാർട്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഷാർട്സ് ആണ് നമുക്ക് വേണ്ടത്. പിന്നുള്ളത് അപ്ഗ്രേഡ്സ് ആണ്. ഇവിടെ നമ്മളിങ്ങനെ നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യാൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതേപോലെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ബീസ്റ്റ് കെയർ ഉണ്ട്, റാഞ്ച് ഉണ്ട്, ടെക് ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് പോവുക. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കോയിൻസ് മണിക്കൂറിൽ നമുക്ക് കിട്ടുന്ന കോയിൻസിന്റെ എണ്ണം വർദ്ധിക്കും. ഇനിയുള്ളത് ബൂസ്റ്റേഴ്സ് ആണ്. ബൂസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നപ്പോൾ കൊടുത്തേക്കണം. ഇവിടെ നമുക്ക് റാഫൽ ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. ആ ടിക്കറ്റ് പോകുമ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും യൂസ് ടിക്കറ്റ്സ് എന്നുള്ള, അല്ലെങ്കിൽ റിഡീം ടിക്കറ്റ്സ് എന്നുള്ള. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിമിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ആ ടിക്കറ്റ് വഴി ലക്കി ഡ്രോ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഗെയിം കളിച്ച് മാക്സിമം ലെവലപ്പ് ചെയ്താൽ നമുക്ക് ഉപകാരപ്പെടും. ഇനി കളിക്കണം ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട് ഇങ്ങനെ +1 എന്ന് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഷാർട്സിന്റെ എണ്ണം കൂടുന്നതാണ്. 49, 50, 52 അങ്ങനെ ആയി. ഓക്കെ, ഇനി ഈ എണ്ണം കുറയും നമ്മൾ ബീസ്റ്റിനെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ. അതനുസരിച്ച് ഈ റെഡ് എന്നുള്ളത് കൂടി വരും. ഇതാണ് ഗെയിം. ഓക്കെ, മാത്രമല്ല ഈ പച്ച ലെവലും കൂടും ഇങ്ങനെ പ്രസ് ചെയ്യാൻ അനുസരിച്ചിട്ട്. കാരണം പച്ചയുടെ ലെവൽ കൂടി. ഇപ്പം എനിക്ക് 54ആണുള്ളത്. പച്ചയുടെ ലെവൽ ഇങ്ങനെ കൂടി. നോ ഷാർട്സ് എന്ന് കാണിക്കുന്നത് നമ്മുടെ ഇവിടെ ഷാർട്സ് തീർന്നാണ്. അപ്പോൾ ഷാർട്സ് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. മാക്സിമം എന്തോരം കിട്ടുമോ അത്രയും ഷാർട്സ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. നമ്മൾ ഈ മഞ്ഞ കളറാണ് എനർജി ലെവൽ തീർന്ന ഷാർട്സ് കിട്ടൂല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ടെസ്റ്റിലും എയർ ഡ്രോപ്സിലൊക്കെ പോയിട്ട് ടിക്കറ്റ് റിഡീം ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പം 55 ലെവല്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെയാണ് ഗെയിമിന് ഇൻവൈറ്റ് ചെയ്യാൻ ഫ്രണ്ട്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ലിങ്ക് എന്നുള്ളത് ചെയ്യാം. ഡെയിലി ഒരു 5 മുതൽ 10 മിനിറ്റ് മതി നമുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് എന്തോരം പ്രതിഫലം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഈ കുറോ എന്ന് പറയുന്ന ടോക്കൺ ലോഞ്ച് ആയാലും 1 ലക്ഷം കോയിൻ ഉണ്ടെങ്കിൽ പോലും, 1 കോയിൻ 1 രൂപ ആണെങ്കിൽ പോലും 1 ലക്ഷം രൂപയാണ്. 50 പൈസ ആണെങ്കിൽ 50,000 രൂപ.